വാങ്ങിച്ച് കഴിച്ചിട്ട് കാശ് തന്നില്ല എന്നാണ് പറയുന്നത്. സി കേരള ക്യാഷ് കൊടുത്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. എനിക്കിനിയിപ്പം വീട്ടിലോ ഓഫീസിലോ കടയിലോ ഒന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. സിനിമ സീരിയൽ രംഗത്ത് പലതരം നമ്മളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മൾ ദിനം പ്രതി കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിച്ചു തരാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേട്ടാ, എന്ത് പറ്റി? ഒരു വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പൊ കേട്ട. എന്താ സംഭവം? നിരാഹാര സമരം. ചേട്ടാ ഫുഡ് കഴിച്ചിട്ടില്ലേ? ഞാനിവിടെ 12 മണിക്ക് വന്നതാണ് ഉച്ചയ്ക്ക്. 12 മണിക്ക് ഫുഡ് കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല. കഴിച്ചിട്ടില്ല. ഇല്ല. എന്ത് പറ്റി? കാരണം ഞാൻ ഫുഡ് കൊടുത്തതിന് വേണ്ടിയിട്ടാണ്, ആഹാരം കൊടുത്ത കാശിന് വേണ്ടിയിട്ട് സി കേരള ക്യാഷ് കൊടുത്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഞാനിപ്പോൾ നിരാഹാരിക്കുന്നത്. ഈ ഒരുപക്ഷെ അപൂർവ രാഘവെന്ന സീരിയലിനാണ് ഞാൻ കൊടുത്തത്. എനിക്കിനിയിപ്പം വീട്ടിലോ ഓഫീസിലോ കടയിലോ ഒന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. സി കേരളയിൽ സംപ്രേഷണം ചെയ്യുന്ന അപൂർവ രാഗം എന്ന് പറയുന്ന സീരിയൽ. അതെ അതെ, അതുപോലെ അപൂർവ ഒരു സമരമാണ് ഇത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപൂർവത്തിൽ അപൂർവ സമരം. അതെ, ആഹാരം കൊടുത്ത കാശിന് വേണ്ടി നിരാഹാരം മരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം അത് കൊണ്ടെത്തിച്ചത് ശരിക്കും പറഞ്ഞാൽ വളരെ വേദനാജനകമാണ്. ഞാനിക്കൊരു കുഞ്ഞു ഹോട്ടലാണ് കാരയ്ക്ക മണ്ഡപത്ത്. അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ കാരയ്ക്ക മണ്ഡപത്ത്. അതെ അതെ. അപ്പോൾ ഈ മെസ്സായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ച് കാലമായിട്ട് കുറച്ച് സീരിയലിന്റെ വർക്കുണ്ട്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇത് വളരെ ചെറിയ ഫിലിം ഫീൽഡ് നിൽക്കുന്നവർക്ക് അറിയാം, വലിയ ലാഭമുള്ള ഒരു പ്രോഫിറ്റ് അല്ല. ഒരു 180 രൂപയ്ക്കൊക്കെയാണ് 3 നേരത്തെ ഫുഡ് കൊടുക്കുന്നത്. 180 രൂപയ്ക്കാണ് ഒരു ദിവസത്തെ ഫുഡ്, 3 നേരത്തെ ഫുഡ് കൊടുക്കുന്നത്. 180 രൂപയ്ക്ക് ഒരു ദിവസത്തെ ഫുഡ് 3 നേരം കൊടുക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ ഇന്നത്തെ സാധന വിലയിലൊക്കെ നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്കിലും നമുക്ക് ഹോട്ടലൊക്കെ ഉള്ളതിന്റെ പുറത്ത് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതേ ഉള്ളൂ ഒരു ബിസിനസ് ആയിട്ട്. പക്ഷേ ബാക്കിയുള്ള എല്ലാവരും കറക്റ്റാണ്. ഇദ്ദേഹം വന്നിട്ട് അപൂർവ രാഗവും മായാമയൂരവും യുദ്ധത്തിന്റെ പ്രൊഡക്ഷൻ ആയിരുന്നു. അപ്പൊ മായാമയൂരം മുതൽ ഈ അപൂർവ രാഗം വരെയുള്ള പൈസ, അതായത് 1,21,948 എനിക്ക് തരാനുണ്ട്. ലാസ്റ്റ് പേയ്മെന്റ് വന്നത് ഇതിലുണ്ട്. ഇവിടുത്തെ കേഷ്യർ ഞാനോട്ടാണ് കണക്ഷൻ. അപ്പം നമ്മൾ ക്യാഷ്യർക്ക് ബില്ല് അയച്ചു കൊടുക്കും, അദ്ദേഹം നമുക്ക് ക്യാഷ് ഇട്ട് തരും. ലാസ്റ്റ് വന്ന പേയ്മെന്റ് ഇതാണ്. ഈ 2024 ഡിസംബർ മാസത്തിലാണ് എനിക്ക് പേയ്മെന്റ് വന്നിട്ടുള്ളത്. അതിനുശേഷം ഇതുവരെ പേയ്മെന്റ് വന്നിട്ടില്ല. ഞാൻ ക്യാഷുവറായിട്ടാണ് ബന്ധപ്പെടുന്നത്. ഞാൻ ഹോട്ടലായതുകൊണ്ട് എനിക്ക് തിരക്കായിരിക്കും, വരാൻ പറ്റില്ല. അപ്പം അദ്ദേഹം ഓരോ ദിവസവും മാറ്റി മാറ്റി പറയും ചാനൽ കൊടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ 6 മാസം ചാനൽ കൊടുക്കാതിരുന്നു കഴിഞ്ഞിരുന്നാൽ എനിക്ക് മാത്രമല്ല വേറെയും ഒത്തിരി, അത് നമ്മൾ അറിയേണ്ട കാര്യമല്ല. ഇവിടെ വേറെ ആർട്ടിസ്റ്റിനൊക്കെ പൈസ കൊടുത്തില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഒരു ആർട്ടിസ്റ്റിനോ ഡയറക്ടറിനോ ക്യാമറാമാനോ കൊടുക്കുന്നത് പോലെയല്ല. ഇന്ന് രാവിലെ നമ്മുടെ കടയിൽ സാധനം മുട്ടയായിരുന്നാലും പലവ്യഞ്ജനമായിരുന്നാലും പച്ചക്കറി ആയിരുന്നാലും പാലായിരുന്നാലും തൈരായിരുന്നാലും അറിയാലോ, എ ടു ഇസഡ് ഉപ്പുമൊട്ട് കർപ്പൂരം വരെ ചേർന്നിരുന്നാലേ ഈ ഫുഡാകത്തുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം പൈസ രാവിലെ ക്രെഡിറ്റ് തരും, നമുക്ക് വൈകുന്നേരം ഇത് കൊടുക്കണം. അപ്പം 6 മാസമായിട്ട് ഞാൻ പെട്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ എമൗണ്ട് അല്ലല്ലോ. ഒരു കൊച്ചു കച്ചവടക്കാരനെ സംബന്ധിച്ച് ഇതൊരു ചെറിയ എമൗണ്ട് അല്ല, മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് തന്നിട്ടുള്ളവരെല്ലാം എന്നെ വിശ്വസിച്ചിട്ടാണ് തന്നിട്ടുള്ള സാധനം. അത് മുട്ട ആയിക്കോട്ടെ, ചപ്പാത്തി ആയിക്കോട്ടെ, പലക്കറി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. അപ്പൊ എനിക്ക് ആ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പൊ എനിക്ക് വൈകുന്നേരം വന്നിട്ട് കടയിലിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ദിവസവും പ്രശ്നങ്ങളാണ്, മനസ്സിലായില്ലേ? ദിവസവും പ്രശ്നങ്ങളാണ്. എനിക്ക് കടയിൽ ഈ സമയത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. ഇദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം ഞാൻ കേട്ടു, ഡേറ്റുകളെല്ലാം ഞാൻ കേട്ടു. ചേട്ടൻ പ്രോപ്പറായിട്ട് ഇവർക്കെല്ലാം ലൊക്കേഷനിൽ ഫുഡ് കൊടുത്തില്ലേ? അതെ. ഞാൻ പ്രൊഡ്യൂസർക്കൊപ്പമാണ്. കാരണം ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഇതെല്ലാം ചെയ്തത്. അദ്ദേഹം അടുത്ത് നിൽക്കുന്നോണ്ട് പറയുന്നതല്ല, ഞാൻ ഇതില്ലാതെ തന്നെ പറഞ്ഞു. ഒരു മിനിറ്റ്. പക്ഷേ എന്താണെന്നറിയാവോ, അദ്ദേഹത്തെ പോലെ ആൾ മുടക്കുമ്പോഴത്തേക്ക് ചാനലുകാർ കാണിക്കുന്നത് ശരിയല്ല. ആലോചിച്ച് നോക്കണം, അദ്ദേഹത്തിന്റെ ഇതിൽ എത്ര പേര് ജീവിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ അദ്ദേഹം എനിക്ക് വർക്ക് ചെയ്യുന്നതാണ്. അദ്ദേഹത്തോടുള്ള ദോഷം. പക്ഷെ എനിക്ക് ഇവിടെ വന്നിരിക്കാനേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. എനിക്ക് സി കേരളമായിട്ടൊരു ബന്ധമില്ല. അദ്ദേഹം പറയുന്നത് സി കേരള കാശ് തന്നിട്ടില്ല, തന്നിരുന്നാലേ പ്രതിവിന് പൈസ തരാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് കാശ് തരാനുണ്ട്. കാശ് തന്നിട്ടില്ല എന്നുള്ളത്, കാശ് തരാനുണ്ട്. അപ്പൊ ആ കാശ് കിട്ടിയിരുന്നാലേ എനിക്ക് കടയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഡേറ്റ് പറഞ്ഞു, സാറ് പറയുന്ന ഡേറ്റ്, ഓഫീസ് പറയുന്ന ഡേറ്റ് എല്ലാം പറഞ്ഞു ഞാൻ മടുത്തു. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് എങ്ങനെയാ സെറ്റ് ചെയ്യണം. ചേട്ടനിപ്പോ വീട്ടിലും നാട്ടിലും ഇപ്പൊ ഹോട്ടലിൽ പോലും കയറാൻ പറ്റാത്തൊരു വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ് ചേട്ടനുള്ളത്. ഇപ്പോ എന്താ പറയാ, നമ്മൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് മിനിമം കാശ് കൊടുക്കേണ്ട ഒരു മര്യാദ നമ്മൾ കാണിക്കണം. അതിപ്പോ ലൊക്കേഷനിലായിക്കോട്ടെ, സിനിമാ ഫീൽഡിലായിക്കോട്ടെ, ഹോട്ടലുകളിലാവട്ടെ, നമ്മൾ വാങ്ങിച്ചിട്ട് പറ്റിക്കരുത്. ഒരാൾ പറ്റിക്കപ്പെടരുത്. ഇപ്പോൾ ഭക്ഷണത്തിന്റെ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതിന്റെ ഒരു വില അറിയാന്നുള്ള ഞാൻ പറയുന്നത്, ഒരാളെ പോലും പറ്റിക്കരുത്. വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാശ് കൊടുക്കുക. അപ്പോൾ ചേട്ടന്റെ നിലവിലെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാൻ പറ്റും. ചേട്ടാ എത്രയും വേഗം എന്തായാലും റെഡിയാവട്ടെ. പ്രൊഡ്യൂസറുണ്ട്. പ്രൊഡ്യൂസർ യാദൃശ്യമായിട്ട് ബൈറ്റ് കണ്ടിട്ട് വന്നതാണ്. ഞാൻ സാറിന് എന്താ പറയാനുള്ള ചോദിച്ചു നോക്കാം. സാർ എന്താണ്? എന്ത് പറയാനാണ്?
കൊടുക്കുന്ന കാശിന് അക്കൗണ്ടബിലിറ്റി ഇല്ല, ഇവിടെ കോൺട്രാക്റ്റുകളില്ല, ഒരു കണക്കുമില്ല. ഈ കണക്കുമില്ലാതെ 140 ആൾക്കാർ പെരുവഴി ആധാരം എടുത്ത ഇൻഡസ്ട്രിയാണത്. പൈസ മുടക്കി ബിസിനസ് ചെയ്യാൻ വേണ്ടി വരും. അല്ല സാർ, ഇപ്പൊ ഇൻഡസ്ട്രി അല്ല സാർ, ഇപ്പൊ ഈ പുള്ളി ഒരു ഹോട്ടൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. പുള്ളിയെ ഇങ്ങനെ ഇത്ര രൂപ പറ്റിക്കുക എന്ന് പറയാൻ ഭയങ്കര മോശമല്ലേ? ആരും ഇവിടെ പറ്റിച്ചിട്ടൊന്നുമില്ല, ഇവിടെ ആരെയും പറ്റിച്ചിട്ടില്ല. സാർ 6 മാസം ആയി എന്ന് പറയുന്നുണ്ട് പുള്ളി. 6 മാസമാകാനുള്ള അദ്ദേഹത്തിന് ഹോട്ടലിൽ പോകാൻ പറ്റുന്നില്ല, അവിടെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ ഏർപ്പെട്ടിരിക്കുന്ന പ്രവൃത്തി അതാണ്. ഇപ്പൊ ഞാൻ നിങ്ങളെ വിളിച്ച് ബൈറ്റ് തന്നില്ലല്ലോ സി കേരളം എന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു എന്നുള്ളത്. കാരണം ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന പ്രവൃത്തിയുടെ സ്വഭാവം എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ ബൈറ്റ് തരാത്തത്. അല്ല, അദ്ദേഹം ഒരു സാധാരണക്കാരനല്ലേ, ഒരു ഹോട്ടൽ ജീവിതം നടത്തി പോകുന്നില്ല സാർ, പ്രൊഡ്യൂസർ ആണ്. സാധാരണക്കാരൻ ഞാൻ പാൻസ് അങ്ങനെ പറയില്ല സാർ, അതേ ഒരു ഹോട്ടൽ ജീവിതം നടത്തി മുന്നോട്ട് പോകുന്നു. 1.25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കൊടുക്കാനുണ്ട്. നമ്മൾ ഫുഡ് മേടിച്ച് കഴിച്ചിട്ട് ഫുഡ് അയാൾ സപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ലൊക്കേഷനിലാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി സാറിനല്ലേ? കമ്പനിക്കാണ്. കമ്പനി അയാൾ 1 ലക്ഷം രൂപ കിട്ടാനുണ്ടെന്ന് പറയുമ്പോൾ അയാൾ വാങ്ങിച്ചിട്ടുള്ള 10 ലക്ഷത്തിന്റെ കാര്യം അയാൾ പറയുന്നില്ല. ആ ബിസിനസ് ഈ കമ്പനി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നെ കണ്ടപ്പോഴാണ് പ്രൊഡ്യൂസറിന്റെ കൂടെയാണെന്ന് പറയുന്നത്. ഞാൻ അയാൾ ദേഷ്യപ്പെട്ട് പറയുന്നതല്ല. 10-12 കോടി രൂപ മുടക്കിയിട്ടാണ് ഞാൻ മാർക്കറ്റിൽ നിൽക്കുന്നത്. ഈ പ്രവൃത്തി എനിക്ക് ഡിഫമേഷനാണ്. ബിസിനസ് ആക്ടിവിറ്റീസിൽ ക്രയവിക്രയങ്ങൾ ഉണ്ടാവും. ആ ക്രയവിക്രയം വരച്ചതുപോലെ ചിലപ്പോൾ നടന്നെന്ന് വരത്തില്ല. വരച്ചതുപോലെ നടന്നെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഇങ്ങനെ വന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് പൈസ കിട്ടാനുണ്ട്, ഇയാൾക്ക് കിട്ടാനുണ്ട്, 28 ഇരട്ടി എനിക്ക് കിട്ടാനുണ്ട്. അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സാധാരണ ഒരാളാണ്. എല്ലാവരും സാധാരണ ആളാണ്. നിങ്ങൾ സാധാരണ ആളാണ്. നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്? സാധാരണ ആളായതുകൊണ്ടല്ലേ, സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നോക്കാൻ വേണ്ടിയല്ലേ വന്നിരിക്കുന്നത്. ഇത് ഒരു ഡിസ്പ്യൂട്ടാക്കി മാറ്റി എന്നെ ഡിഫെയിം ചെയ്യാൻ വേണ്ടി ഉള്ള പരിപാടിയാണ് ഇതൊക്കെ. ഇത്രയും പൈസ എനിക്ക് കൊടുക്കാൻ അറിയാന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാൻ എനിക്ക് അറിയത്തില്ലേ? അപ്പൊ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ ഉണ്ടാവുമല്ലോ കൊടുക്കാതിരുന്നെങ്കിൽ. പ്രത്യേക കാരണം ഒരു 6 മാസം ആയില്ലേ ഒരു ഹോട്ടൽ ജീവനക്കാരൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. പുള്ളിയുടെ ഒരു എന്റെ FDs കിടപ്പുണ്ട്, മെച്ചൂർ ആയിട്ട് എനിക്ക് തരുന്നില്ല. 6 മാസമല്ല, 1 വർഷം 1.5 വർഷമായിട്ട് എനിക്ക് ഇത് കിട്ടുന്നില്ല പൈസ. അപ്പൊ ഞാൻ ഏർപ്പെട്ട പ്രവൃത്തി എന്താണ്? ഞാൻ അവിടെ കൊണ്ട് FD ഇട്ടു, തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സിനി ഫയലിന് ബൈറ്റ് തരട്ടാ. നിങ്ങൾ എൻ്റെ 10 ചാനലുണ്ട് ഇതിൻ്റെ അത്, ഓൺലൈൻ മീഡിയ. അപ്പോൾ പ്രൊഡ്യൂസറുടെ വാക്കുകൾ കേട്ടു. പ്രൊഡ്യൂസർ ക്ഷോഭിച്ചിട്ടാണ് പോയിട്ടുള്ളത്. നമുക്ക് എന്തായാലും വരും ദിവസങ്ങൾ ഇതെങ്ങനെ മുന്നോട്ട് പോകാൻ നോക്കാം. എന്തായാലും ചേട്ടന് നിരാഹാര സമരം എത്രയും വേഗം അവസാനിക്കട്ടെ. ചേട്ടന് കിട്ടാനുള്ള കാശ് എത്രയും വേഗം കിട്ടട്ടെ. പ്രശ്നം സോൾവ് ആവട്ടെ. ചേട്ടാ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല എന്നാണ് പറയുന്നത്. ചേട്ടാ വൈകുന്നേരത്തെ ഭക്ഷണം